ചെമ്പ്രയും വെള്ളാർമലയും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്തെ ചൂരൽമലയും മുണ്ടക്കയും ഉരുൾ വിഴുങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. നടുക്കുന്ന ആ ഓർമ്മകൾ ഇപ്പോഴും ഒരു ജനതയെ വേട്ടയാടുന്നു. ജൂലൈ 30 പുലർച്ചെ 12:45 വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടുന്നത്. നിരവധി വീടുകളും കടകളുമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടങ്ങളും കുത്തിയൊഴുകിയെത്തിയത്. അരമണിക്കൂറിൽ തന്നെ പുഞ്ചിരിമട്ടത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് ഉരുൾ ജലം ഒലിച്ചെത്തി. പകച്ചുപോയ ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടി. പുലർച്ചെ 4:10 മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമതും ഉരുൾപൊട്ടി. വൈദ്യുതിയും ഫോൺ ബന്ധവും നിലച്ചു. സ്വപ്നഭവനങ്ങൾ നിലം പൊത്തി. ഞെട്ടലോടുകൂടിയാണ് അന്ന് കേരളം ഉറക്കമുണർന്നത്. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നോ എന്ന് അതിശയിക്കും വിധം ആ പ്രദേശത്തെ ഉരുൾ വിഴുങ്ങിയിരുന്നു. പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് ആ മണ്ണിന്റെ അടിയിലുള്ള ജീവൻ തുടിപ്പുകൾക്കുള്ള തിരച്ചിലിലായിരുന്നു. ഉരുളെടുത്തത് 298 ജീവനുകൾ. 32 പേർ ഇന്നും കാണാമറയത്ത്. അവശേഷിച്ചത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുറച്ച് അനാഥ ജന്മങ്ങൾ മാത്രം. നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകാൻ കേരളവും സർക്കാരും ഒരുപോലെ കൈകോർത്തു. എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇന്നും ഒരു വെളിപ്പാടകലെ. ന്യൂസ് ഡെസ്ക് TCV.